Introduction to computers. Computer organization. Computer organization. Computers are organized as a collection of several units and components which are interconnected together and are working together with the same objective. നമ്മൾ ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനകത്ത് പല പാർട്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് പല യൂണിറ്റ്സ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, പ്രോസസർ ഉണ്ട്, മെമ്മറി തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല കമ്പോണൻസ് ചേർന്ന് ഇന്റർകണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്പ്യൂട്ടർ. അപ്പോൾ അതൊരു കളക്ഷൻ ഓഫ് സെവറൽ യൂണിറ്റ്സ് ആണ്, കമ്പോണൻസ് ആണ്. അത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഇന്റർകണക്റ്റഡ് ടുഗദർ എന്ന് പറയുന്നത്. അത് ഒന്നിച്ച് വർക്ക് ചെയ്യാണ്, ഒരു സെയിം ഒബ്ജക്റ്റീവ്. നമുക്കറിയാം ഡേറ്റ പ്രോസസിങ്, ഈ കമ്പ്യൂട്ടറിന്റെ ആ ഒബ്ജക്റ്റീവ് ആണ് ഡേറ്റ പ്രോസസിങ്. അപ്പോൾ ആ ഡേറ്റ പ്രോസസിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെ പല പാർട്സ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെവറൽ യൂണിറ്റ്സ് ആൻഡ് കമ്പോണൻസ് വിച്ച് ആർ ഇന്റർകണക്റ്റഡ് ടുഗദർ ആൻഡ് ആർ വർക്കിംഗ് ടുഗദർ വിത്ത് ദി സെയിം ഒബ്ജക്റ്റീവ്. Hence it is referred to as a system. അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ ഒരു സിസ്റ്റം ആയിട്ട് പറയും, കമ്പ്യൂട്ടർ സിസ്റ്റം. അതിനകത്ത് ഹാർഡ്വെയർ പാർട്സ് കാണും, സോഫ്റ്റ്വെയർ പാർട്സ് കാണും, അങ്ങനെ പല പാർട്സ്, പല കമ്പോണൻസ് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ സിസ്റ്റം. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് നമുക്ക് സിസ്റ്റം എന്നും പറയാം. The main units of a computer system are the CPU, memory and IO devices, input output devices. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് എന്ന് പറയുന്നത് CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, അതേപോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. CPU, മെമ്മറി ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്സ്. ഇനി നമുക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രം. ഇതിനകത്ത് ഇടതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കീബോർഡ്, മൗസ്, പിന്നെ അതർ ഇൻപുട്ട് എന്നുവെച്ചാൽ ഇൻപുട്ട് ഡിവൈസസ്, കീബോർഡ്, മൗസ്, വെബ് ക്യാമറ, അതുപോലത്തെ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യാം. ആ സെൻട്രൽ കാണിച്ചിരിക്കുന്നതാണ് ആ CPU ബോക്സ്. അതിനകത്താണ് CPU, റാം, പ്രൈമറി മെമ്മറി, HDD, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, CD ഡ്രൈവ്, അതെല്ലാം ആ മെയിൻ CPU ബോക്സിനകത്ത് വരുന്നു. ഏറ്റവും വലതുവശത്ത് കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസസ്, മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, അതർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയാം. ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, പിന്നെ പ്രോസസർ ഉണ്ട്, മെമ്മറി ഉണ്ട്. ഈ മെമ്മറി തന്നെ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്, പിന്നെ ക്യാഷ് മെമ്മറി, അങ്ങനെ പല ടൈപ്പ് മെമ്മറി ഉണ്ട്. ദി ഇൻപുട്ട് യൂണിറ്റ് അക്സെപ്റ്റ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ആ ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫ്രം ഔട്ട്സൈഡ് ഫോർ പ്രോസസിംഗ് ആൻഡ് ഇറ്റ് ഈസ് ദെൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു മെഷീൻ റീഡബിൾ ഫോം. അപ്പോൾ ഇതാണ് ഒരു ഇൻപുട്ട് യൂണിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി. ഇൻപുട്ട് യൂണിറ്റ് ഡേറ്റയും ഇൻസ്ട്രക്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഡ്യൂട്ടി ഡേറ്റ പ്രോസസിംഗ് ആണ്. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിന് ഡേറ്റ പ്രോസസിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് ഡേറ്റയും കിട്ടണം, ഇൻസ്ട്രക്ഷനും കിട്ടണം. ഇൻസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് അക്സെപ്റ്റ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഔട്ട്സൈഡ് ഫോർ പ്രോസസിംഗ് and it is then transformed into machine readable form. കമ്പ്യൂട്ടറിന് ബൈനറി എന്നുള്ള ആ മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വെളിയിൽ ഡേറ്റ ആയിരുന്നാലും ഇൻസ്ട്രക്ഷൻ ആയിരുന്നാലും ഏത് ഫോം ആയിരുന്നാലും കമ്പ്യൂട്ടറിന്റെ അകത്തോട്ട് വരുമ്പം അതിനെ നമ്മൾ ബൈനറി ഫോമിലായിട്ട് മാറ്റും. അപ്പം ഈ ബൈനറി ഫോമിനെയാണ് നമ്മളിവിടെ മെഷീൻ റീഡബിൾ ഫോം എന്ന് പറയുന്നത്. These instructions are then supplied to the central processing unit which will be kept in the internal memory of CPU for execution. കമ്പ്യൂട്ടറിൽ എല്ലാം പ്രോസസ് ചെയ്യുന്നത് CPU ആണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആ CPU-ന് കൊടുക്കണം. അത് CPU-നകത്ത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പല സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറേജ് ലൊക്കേഷനകത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കും, എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്ത്. When the execution and processing starts as directed by the control unit, each instruction will be fetched from memory, decoded and executed.
ഇങ്ങനെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്നുള്ള പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൈക്രോപ്രോസസറിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് മെമ്മറിയിൽ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ എടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ മെമ്മറി റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് ഫെച്ച് ചെയ്യും. ഫെച്ച് ചെയ്തതിന് ശേഷം അത് ഡീകോഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്ട്രക്ഷനും എന്തോന്നാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ഫെച്ച് ചെയ്തതിന് ശേഷം ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷന് ഈ 3 ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുക്കുന്ന പ്രക്രിയ നമ്മൾ ഫെച്ചിങ് എന്ന് പറയും. അത് കഴിഞ്ഞ് ആ ഇൻസ്ട്രക്ഷൻ എന്തോന്നാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡീകോഡിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് എക്സിക്യൂട്ട്. All arithmetic and logical operations will be performed by the ALU, arithmetic and logical unit, which is an integral part of the CPU. എല്ലാ അരിത്തമെറ്റിക്കലും ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യുന്നത് ALU ആണ്. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അത് ഈ CPUവിനകത്തുള്ള ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഈ ALU, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അപ്പോൾ ഈ ALUവിനകത്ത് വെച്ചാണ് എല്ലാ അരിത്തമെറ്റിക്കൽ ആയിട്ടുള്ളതും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലത്തെ, അതേപോലെ കമ്പാരിസൺ പോലത്തെ പല ലോജിക്കൽ ഓപ്പറേഷൻസും എല്ലാം പെർഫോം ചെയ്യുന്നത് ഈ ALU, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റിന് അകത്ത് വെച്ച്. The intermediate and final result of processing will be kept in the internal memory until it is being transferred to the output unit. ഇങ്ങനെ പ്രോസസ് ചെയ്യുമ്പം ഇന്റർമീഡിയറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടും ഉള്ള പ്രോസസിംഗ് റിസൾട്ട് കിട്ടും. അത് ഈ മൈക്രോപ്രോസറിനകത്ത് ടെമ്പററി ആയിട്ടുള്ള പല സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ട്. മൈക്രോപ്രോസറിനകത്തുള്ള ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷനെ നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയും. ആ രജിസ്റ്ററിനകത്ത് വെക്കും. എന്നിട്ട് അവസാനം അത് ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് കൊടുക്കും. The output unit will then give out the results of processing to the outside. യൂസർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രോസസ്സിങ്ങിന്റെ റിസൾട്ട് കിട്ടുന്നത് ഔട്ട്പുട്ട് യൂണിറ്റിൽ കൂടെയാണ്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് ഈ പ്രോസസ്സിങ്ങിന്റെ റിസൾട്ട് നമുക്ക് തരും. All activities and processing operations will be internally controlled and guided by the control unit, which is another integral part of the CPU. മൈക്രോപ്രോസറിനകത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും, ഈ ഫെച്ചിങ് എന്നുള്ള ആക്ടിവിറ്റി, അത് കഴിഞ്ഞ് ഡീകോഡിംഗ് എന്നുള്ള ആക്ടിവിറ്റി, അത് കഴിഞ്ഞ് ALUവിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി, ഇതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് മൈക്രോപ്രോസറിനകത്ത് കൺട്രോൾ യൂണിറ്റ് എന്നൊരു കമ്പോണന്റ് ഉണ്ട്. ആ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞ കമ്പോണന്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോൾ യൂണിറ്റും മൈക്രോപ്രോസറിന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാഷ്വലായിട്ട് പറയുമ്പോൾ മൈക്രോപ്രോസറിനകത്ത് 2 പാർട്ട് പറയും, ALU, CU. ALU എന്നുള്ളത് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. അതാണ് എല്ലാ പ്രോസസിംഗും ചെയ്യുന്നത്. ആ ALUവിനെ കൊണ്ട് പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യിക്കുക, കൺട്രോൾ ചെയ്തെല്ലാം ചെയ്യിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഈ CU അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിന് ഉള്ളത്. At the inside of the microprocessor, inputting, storing, processing and outputting are all controlled by the control unit. മൈക്രോപ്രോസറിന്റെ അകത്ത് ടോട്ടൽ കമ്പ്യൂട്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, മൈക്രോപ്രോസറിന്റെ അകത്ത് പോയിന്റ് ഓഫ് വ്യൂല് മൈക്രോപ്രോസറായിട്ട് ബന്ധപ്പെട്ട ഇൻപുട്ടിങ്, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, മൈക്രോപ്രോസറിനകത്ത് പ്രോസസ് ചെയ്യുന്നത്, അതുപോലെ മൈക്രോപ്രോസർ പ്രോസസ് ചെയ്യുന്ന ശേഷം മൈക്രോപ്രോസറിൽ നിന്ന് വെളിയിലോട്ട് കൊടുക്കുന്നത്, അതിനാണ് ഔട്ട്പുട്ടിംഗ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോപ്രോസറിനകത്തുള്ള എല്ലാ ഇന്റേണൽ ആക്ടിവിറ്റിയും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ മൈക്രോപ്രോസറിനകത്ത് ഈ പറഞ്ഞ അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്. The CPU is a very large scale integrated circuit chip, VLSI chip, which is called as microprocessor. CPU ഇപ്പോഴത്തെ എല്ലാ മൈക്രോ കമ്പ്യൂട്ടറിലും ഉള്ള ആ പ്രോസസർ നമ്മൾ മൈക്രോ പ്രോസസർ എന്ന് പറയും. അത് ഒരു VLSI ചിപ്പാണ്. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ്. അതിന് നമ്മൾ മൈക്രോ പ്രോസസർ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ VLSI കഴിഞ്ഞ് ULSI അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി വരെ ആയിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രോസസറിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ഒരു പ്രോസസറിന്റെ ഫോട്ടോയാണ്. ഇന്റലിന്റെ കോർ i7 പ്രോസസറിന്റെ പ്രോസസർ. അതിന്റെ ടോപ്പ് വ്യൂവും കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്നത് അതിന്റെ ബോട്ടം വ്യൂ. യെല്ലോ കളറിൽ കാണുന്ന അതിന്റെ പിൻസ് ആണ്. അപ്പോൾ ഇന്റൽ കോർ i7 എന്ന് പറഞ്ഞ പ്രോസസറിന്റെ ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. It is considered to be the brain of the computer system, which does all processing activities inside the system. ഒരു കമ്പ്യൂട്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ CPU ആണ്, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മൈക്രോ പ്രോസസർ. അപ്പോൾ മൈക്രോ പ്രോസസർ ഈസ് കൺസിഡേർഡ് ആസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. അടുത്ത നമുക്ക് കമ്പ്യൂട്ടറിന്റെ പല സിസ്റ്റം കമ്പോണൻസ് നോക്കാം. സിസ്റ്റം കമ്പോണൻസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം കമ്പോണന്റ് ആണ് മദർ ബോർഡ്. ഇതാണ് മദർ ബോർഡിന്റെ ഫോട്ടോ. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡിലാണ് പ്രോസസർ ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രധാനപ്പെട്ട പാർട്സ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് പല കമ്പോണൻസ് വെക്കാനുള്ള സ്ലോട്ട്സ് അതിനകത്തുണ്ട്. The motherboard is the main circuit board on which the entire computer's electronic circuits are designed, printed, assembled and fabricated. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ മെയിൻ സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. അതിലാണ് ഫുൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്ത്, പ്രിന്റ് ചെയ്ത്, അസംബിൾ ചെയ്ത്, ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. It is a rectangular fiberglass board and the circuit diagrams of each internal units are drawn and printed on it. അതൊരു റെക്ടാങ്കുലർ ഫൈബർ ഗ്ലാസ് ബോർഡ് ആണ്. അതിനകത്ത് സർക്യൂട്ട് ഡയഗ്രാംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രോസസർ എവിടെ വെക്കണം, റാം എവിടെ വെക്കണം, എക്സ്പാൻഷൻ സ്ലോട്ട് എവിടെയാണ്, സപ്പോർട്ടിംഗ് ചിപ്സ് എവിടെയാണ്, ഇതെല്ലാം വെക്കാവുന്ന ഡയഗ്രാംസ് അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള സ്ലോട്ടിൽ മാത്രമേ നമുക്ക് വെക്കാനായിട്ട് കഴിയൂ. The circuit elements and components can easily be fixed on their predefined locations in the circuit diagram by soldering, and thus the assembly of circuit elements can be made easy. അപ്പോൾ ഈ കമ്പോണൻസ്, ഓരോ ചിപ്പും അല്ലെങ്കിൽ അതിന്റെ ഇൻപുട്ട് പോർട്ട്, ഔട്ട്പുട്ട് പോർട്ട്, എക്സ്പാൻഷൻ സ്ലോട്ട്, പ്രോസസറിന്റെ സ്ലോട്ട്, സിമോസ് ബാറ്ററി വെക്കുന്ന സ്ലോട്ട്, റാം വെക്കാനുള്ള സ്ലോട്ട്, റോം വെക്കാനുള്ള സ്ലോട്ട്, ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട്, കീബോർഡ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട്, ഇതെല്ലാം അതിനകത്ത് പ്രീ ഡിഫൈൻഡ് ആണ്. ഇതെല്ലാം അവിടെ പ്രീ ഡിഫൈൻഡ് ലൊക്കേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ICs പോലത്തെ കമ്പോണൻസ് നമ്മൾ സോൾഡർ ചെയ്ത് അതിനകത്ത് വെച്ചിരിക്കുക. Hence it is called a printed circuit board. അതുകൊണ്ട് തന്നെ മദർ ബോർഡ് ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത സിസ്റ്റം കമ്പോണന്റ് ചിപ്സെറ്റ്. ഇതാണ് ചിപ്സെറ്റിന്റെ ഫോട്ടോ. ചിപ്സെറ്റ് കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് ചിപ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ചിപ്സ്. A collection of IC chips which are the most important components of a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട IC ചിപ്സിന്റെ കളക്ഷനെയാണ് നമ്മളിവിടെ ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ചിപ്പ് സെറ്റ്, സെറ്റ് ഓഫ് ചിപ്സ്. ഇതിനകത്ത് മെയിൻ പ്രോസസർ വരും. മെയിൻ പ്രോസസർ കൂടാതെ ന്യൂമറിക്കൽ പ്രോസസർ, സപ്പോർട്ടിംഗ് പ്രോസസർ ഉണ്ടെങ്കിൽ അത് വരും. ബാക്കിയുള്ള കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് കൺട്രോൾ ചെയ്യാനുള്ള പ്രോസസ് ചിപ്സ് ഉണ്ട്, ICs ഉണ്ട്, അതെല്ലാം ഇതിനകത്ത് വരും. It includes the main central processor, memory chips, and other supporting chips, which are placed and fixed in their respective slots on the motherboard. Main ആയിട്ടുള്ള central processor വരും, memory chip, RAM, ROM പോലത്തെ memory chips വരും,
പിന്നെ കമ്പ്യൂട്ടർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് പല സപ്പോർട്ടിംഗ് ചിപ്സിന്റെയും ആവശ്യമുണ്ട്. അങ്ങനത്തെ സപ്പോർട്ടിംഗ് ചിപ്സ് വരും. ഇതെല്ലാം നമ്മൾ അതിൻ്റെതായിട്ട് ഉള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. Slots are provisions to place and fix electronic components, including these chipsets, on the motherboard according to the printed circuit. അപ്പോൾ മദർബോർഡിനകത്ത് ഈ ഓരോന്നും വെക്കാനുള്ള പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള സ്ലോട്ട്സ് ഉണ്ട്. ആ സ്ലോട്ടിനകത്ത് അതാത് കമ്പോണൻസ് നമുക്ക് ചിപ്സെറ്റ് ഒക്കെ ഇൻസെർട്ട് ചെയ്ത് വെക്കാം. അടുത്ത കമ്പോണന്റ് ബസസ്. ഇതാണ് ഒരു ബസിന്റെ ഫോട്ടോ. ബസ് എന്ന് പറഞ്ഞാൽ പാരലൽ വയേഴ്സ്. A bus is a set of parallel connecting wires that carry and transmit signals from one unit to another. ഒരു സെറ്റ് ഓഫ് പാരലൽ കണക്ടിംഗ് വയേഴ്സ്, പാരലൽ ആയിട്ടുള്ള കണക്ടിംഗ് വയേഴ്സിനെയാണ് നമ്മളിവിടെ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലോട്ട് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പാരലൽ ആയിട്ടുള്ള കണക്ടിംഗ് വയേഴ്സിനെ നമുക്കിവിടെ ബസസ് എന്ന് പറയാം. Buses are used to connect various components and units between each other and to interconnect these units with the motherboard. കമ്പ്യൂട്ടറിനകത്തുള്ള പല യൂണിറ്റ്സും തമ്മിൽ കണക്ട് ചെയ്യാനും, അതാണ് കണക്ട് വേരിയസ് കമ്പോണൻസ് ആൻഡ് യൂണിറ്റ്സ് ബിറ്റ്വീൻ ഈച്ച് അതർ. കമ്പ്യൂട്ടറിന്റെ പല പാർട്സും തമ്മിൽ കണക്ട് ചെയ്യാനും, അതേപോലെ ആ പാർട്സിനെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് മദർ ബോർഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. അങ്ങനെ മദർ ബോർഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനും നമുക്ക് ബസ്. കാരണം മദർ ബോർഡ് എന്നുള്ളത് എല്ലാ കമ്പോണൻസിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ കമ്പോണൻസിന്റെ പല പാർട്സും തമ്മിൽ കണക്ട് ചെയ്യാനും അവസാനം എല്ലാം കൂടെ മദർ ബോർഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനും നമുക്ക് ബസസ് യൂസ് ചെയ്യാം. External memory units and devices are also connected to the motherboard using these buses. External ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ്, CD ഡ്രൈവ്, DVD ഡ്രൈവ്, എക്സ്റ്റേണൽ USB ഡ്രൈവ് ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ ഡിവൈസസും എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ കമ്പ്യൂട്ടറിന് ഏതൊക്കെ പാർട്സ് ഉണ്ടോ ആ എല്ലാ പാർട്സും അവസാനം നമ്മൾ മദർ ബോർഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കണം. കാരണം മദർ ബോർഡാണ് അതിന്റെ മെയിൻ സർക്യൂട്ട് ബോർഡ്. എല്ലാ കമ്പോണൻസിന്റെയും കോമൺ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ മദർ ബോർഡാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്യാനും അതിനെ അൾട്ടിമേറ്റ് ആയിട്ട് അവസാനം മദർ ബോർഡിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനും നമുക്ക് ഈ ബസസ് യൂസ് ചെയ്യാം. അടുത്ത കമ്പോണന്റ്, സിസ്റ്റം കമ്പോണന്റ് എക്സ്പാൻഷൻ സ്ലോട്ട്. ഇതാണ് ഒരു എക്സ്പാൻഷൻ സ്ലോട്ടിന്റെ പടം. These are additional provisions on the motherboard to fix mainly additional memory chips as part of further expansion of the internal memory. കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ചിലപ്പോൾ 8 GB റാമേ കാണും. നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ 16 GB റാം ആയിട്ട് ചിലപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം വരാം. അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മെമ്മറി ഒക്കെ കൂട്ടി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്ലോട്ടിനാണ് എക്സ്പാൻഷൻ സ്ലോട്ട്. അപ്പോൾ മെമ്മറി പോലത്തെ കമ്പോണൻസ് കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്പാൻഷൻ സ്ലോട്ട് നമുക്ക് യൂസ് ചെയ്യാം. Expansion memory chips, co-processors and other supporting chipsets can be placed and fixed on the motherboard using these expansion slots when systems are to be upgraded. നമുക്ക് അഡീഷണൽ മെമ്മറി വാങ്ങിച്ചു വെക്കാം, മെമ്മറി ചിപ്സ്. അതുകൂടാതെ മെയിൻ പ്രോസസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള കോ പ്രോസസേഴ്സ് വാങ്ങിച്ചു വെക്കാം. അതേപോലെ വേറെ സപ്പോർട്ടിംഗ് ചിപ്സ് വെക്കാം. ഇതെല്ലാം നമുക്ക് എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് വെച്ചാൽ അതിന്റെ പേരിൽ നിന്ന് തന്നെ അറിയാം, എക്സ്പാൻഷൻ സ്ലോട്ട്. കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, വിപുലീകരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാ കമ്പോണൻസ് വാങ്ങിച്ച് കണക്ട് ചെയ്യാനുള്ള കണക്ടിങ് സ്ലോട്ട്സ് മദർ ബോർഡിൽ അവൈലബിൾ ആവണം. അങ്ങനെ ഫ്യൂച്ചറിൽ വാങ്ങിക്കുന്ന കമ്പോണൻസ് വാങ്ങിച്ച് കണക്ട് ചെയ്യാനുള്ള ആ സ്ലോട്ടിനെയാണ് നമ്മളിവിടെ എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിൽ എത്രമാത്രം എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ടോ അത്രയും നമുക്ക് ഫ്യൂച്ചറിൽ ആ കമ്പ്യൂട്ടർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത കമ്പോണന്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, IO പോർട്ട്സ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ഇൻപുട്ട് ഡിവൈസും അല്ലെങ്കിൽ പല ഔട്ട്പുട്ട് ഡിവൈസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ
പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അല്ലെങ്കിൽ IO പോർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫോട്ടോയ്ക്കകത്ത് പലതരം പോർട്സ് കാണിച്ചിട്ടുണ്ട്. Ports are provisions on the motherboard and are the connecting points on it to connect various input-output devices, IO devices to the system. അപ്പോൾ ഈ മദർ ബോർഡിലുള്ള പ്രൊവിഷൻസ് ആണ് ഈ പോർട്ട്. ഈ പോർട്ടിൽ കൂടെയാണ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ പെരിഫറൽ ആയിട്ടുള്ള ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പല ഇൻപുട്ട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കീബോർഡ്, മൗസ്, വെബ് ക്യാമറ, അതേപോലെ മോണിറ്റർ, പ്രിന്റർ, അങ്ങനെ പല ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് മദർ ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പോർട്ട് വഴി യൂസ് ചെയ്യാം. അപ്പം ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ IO പോർട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നത്. The various input-output devices that are connected and surrounds the system box are called as peripherals, and ports are the connecting points for these peripheral devices with the motherboard. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിന് പല ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ടുള്ള ഡിവൈസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് നമ്മൾ പറയുന്ന വേറെ ടേമാണ് പെരിഫറൽസ്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ പെരിഫറൽസിനെ പ്രോപ്പർ ആയിട്ട് മദർ ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഏതിൽ കൂടെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ പോർട്ടിൽ കൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സീരിയൽ ആൻഡ് പാരലൽ പോർട്ട്സ്. സീരിയൽ പോർട്ടും പാരലൽ പോർട്ടിന്റെ പടം. ഈ വീതി കൂടിയിരിക്കുന്നത് പാരലൽ പോർട്ട്, വീതി കുറഞ്ഞിരിക്കുന്നത് സീരിയൽ പോർട്ട്. അപ്പൊ ഈ ഫോട്ടോയിൽ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് പാരലൽ പോർട്ടും വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് സീരിയൽ പോർട്ടും. Serial ports are used to connect serial devices like keyboard and mouse. കീബോർഡും മൗസും പോലത്തെ സീരിയൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സീരിയൽ പോർട്സ് യൂസ് ചെയ്യും. കീബോർഡ്, മൗസ് ഒക്കെ സീരിയൽ ഡിവൈസസ് ആണ്. ആ സീരിയൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സീരിയൽ പോർട്ട് യൂസ് ചെയ്യും. Parallel ports are used to connect parallel devices like printers and plotters. പ്രിന്റേഴ്സും പ്ലോട്ടേഴ്സും ഒക്കെ പാരലൽ ഡിവൈസ് ആണ്. അപ്പൊ അങ്ങനത്തെ പാരലൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പാരലൽ പോർട്സ് യൂസ് ചെയ്യും. അപ്പൊ സീരിയൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി സീരിയൽ പോർട്ടും പാരലൽ ആയിട്ടുള്ള ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പാരലൽ പോർട്ടും യൂസ് ചെയ്യും. കീബോർഡ്, മൗസ് എല്ലാം സീരിയൽ ഡിവൈസ് ആണ്, അതുകൊണ്ട് സീരിയൽ പോർട്ട് വഴി കണക്ട് ചെയ്യും. അതേസമയം പ്രിന്റേഴ്സ്, പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നതൊക്കെ പാരലൽ ഡിവൈസ് ആണ്. അപ്പോൾ അത് നമ്മൾ പാരലൽ പോർട്ട് വഴി കണക്ട്. അടുത്ത സിസ്റ്റം കമ്പോണന്റ് USB, യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കമ്പോണന്റ് ആണ് ഈ USB. നമ്മളെ മെമ്മറി സ്റ്റിക്ക് എന്നൊക്കെ പറയുന്ന, പെൻ ഡ്രൈവ് എന്നൊക്കെ പറയുന്ന ഇത്, അതേപോലെ ഇപ്പോൾ കീബോർഡ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി USB നമുക്ക് യൂസ് ചെയ്യാം. The Universal Serial Bus USB was developed by a group of companies including Intel, Microsoft, Compaq, etc. USB, Universal Serial Bus. ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തത് ഇന്റൽ, മൈക്രോസോഫ്റ്റ്, കോമ്പാക് പോലത്തെ പല കമ്പനീസും കൂടെ ചേർന്ന്. The important goal of the USB was to define an external expansion bus to attach peripherals to a computer by just hooking up the devices to it. നമ്മൾ USB പോർട്ടിന്റെ പ്രത്യേകത, എല്ലാ കമ്പ്യൂട്ടർ USB പോർട്ട് ഉണ്ട്. ഇപ്പൊ നമുക്ക് പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ തന്നെ വെറുതെ നേരിട്ട് പെൻഡ്രൈവ് കൊണ്ടുവന്ന് നമുക്ക് അതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഡിവൈസിൽ, കമ്പ്യൂട്ടറിന്റെ ഒരു ഡിവൈസിൽ ഡയറക്റ്റ് ആയിട്ട് ഹുക്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഈ USB എന്നുള്ളത്. അപ്പോൾ നമുക്ക് പല ഇൻപുട്ട് ഡിവൈസ്, മെമ്മറി, അതേപോലത്തെ പല ഡിവൈസസും ജസ്റ്റ് ഹുക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഹുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് USB, യൂണിവേഴ്സൽ സീരിയൽ ബസിനകത്തുണ്ട്. USB supports low speed as well as high speed devices. യൂണിവേഴ്സൽ സീരിയൽ ബസ് ലോ സ്പീഡ് ആയിട്ടുള്ള ഡിവൈസും അതേപോലെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ സ്പീഡ് ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഹൈ സ്പീഡ് ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. The low speed is to plug in devices like mouse and keyboard, and the USB can support higher performance devices like video cameras, fast storage devices, scanners, printers, and CD writers.
ലോ സ്പീഡ് ഡിവൈസസ് ആയിട്ടുള്ള മൗസും കീബോർഡും കണക്ട് ചെയ്യാനും, അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് വഴിയും കണക്ട് ചെയ്യാം. അതേസമയം ഇപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കൂടുതലും USB ഡിവൈസ് വെച്ച് എക്സ്റ്റേണൽ കീബോർഡ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, മൗസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ലോ സ്പീഡ് ആയിട്ടുള്ള കീബോർഡ് മൗസും ഒക്കെ കണക്ട് ചെയ്യാനും, അതേപോലെ ഹൈ സ്പീഡ് ആയിട്ടുള്ള വീഡിയോ ക്യാമറാസ്, ഫാസ്റ്റ് സ്റ്റോറേജ് ഡിവൈസസ്, സ്കാനേഴ്സ്, പ്രിന്റേഴ്സ്, CD റൈറ്റേഴ്സ് അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഈ യൂണിവേഴ്സൽ സീരിയൽ ബസ് അല്ലെങ്കിൽ USB എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ലോ സ്പീഡ് ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഹൈ സ്പീഡ് ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. The USB can operate at 1.5 megabits per second low speed and 40 gigabits per second high speed. 1.5 megabits per second മുതൽ 40 gigabits per second വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന USB ഇപ്പോൾ നമുക്ക് ഉണ്ട്. അപ്പോൾ ലോ സ്പീഡ് ആയിട്ടുള്ള കമ്പൗണ്ട്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഹൈ സ്പീഡ് ആയിട്ടുള്ള കമ്പൗണ്ട്സ് നമുക്ക് പ്രോപ്പർ ആയിട്ട് USB-യിൽ കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. ലോ സ്പീഡ് എന്ന് പറയുന്നത് 1.5 megabits per second, അതേപോലെ ഹൈ സ്പീഡ് എന്ന് പറയുന്നത് 40 gigabits per second. The transmission speed is adjustable on a device by device basis. അതാണ് USB-യുടെ വേറൊരു അഡ്വാൻറ്റേജ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഏത് ഡിവൈസ് ആണ് കൊണ്ട് കണക്ട് ചെയ്യുന്നത്, USB പോർട്ടിൽ ഏത് ഡിവൈസ് കണക്ട് ചെയ്യുന്നു, ആ ഡിവൈസിന്റെ സ്പീഡ് എത്ര, അത് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ലോ സ്പീഡ് ഡിവൈസ് മുതൽ ഹൈ സ്പീഡ് ഡിവൈസ് വരെ നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഡിവൈസ് ബൈ ഡിവൈസ് ബേസ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് കമ്പ്യൂട്ടർ തന്നെ ചെയ്യും. The USB is very popular external serial interface with low to medium speed input output devices, and these devices can be simply connected to a USB port on the PC or to a USB hub. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സീരിയൽ ഇന്റർഫേസ് ആണ് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറയുന്ന USB. അത് ലോ ടു മീഡിയം സ്പീഡ് IO ഡിവൈസസ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ USB പോർട്ടിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം, അല്ല ഒരു നെറ്റ്വർക്കിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു USB ഹബിൽ നമുക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം. USB ഹബ് എന്ന് പറയുമ്പോൾ അവിടുന്ന് മൾട്ടിപ്പിൾ കണക്ഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. We can connect and disconnect USB devices with the system running and the device will automatically be identified. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിരിക്കുകയാണ്, നമുക്ക് പെൻ ഡ്രൈവിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ടല്ല പെൻ ഡ്രൈവ് കൊണ്ടുവന്ന് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഓൺ ആയി ഇരിക്കുമ്പോൾ തന്നെ പെൻ ഡ്രൈവ് കൊണ്ടുവന്ന് നമ്മൾ USB പോർട്ടിൽ കണക്ട് ചെയ്യും. അപ്പൊ തന്നെ കമ്പ്യൂട്ടർ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് മൈ കമ്പ്യൂട്ടർ, വിൻഡോസ് ബേസ്ഡ് കമ്പ്യൂട്ടർ ആണെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നുള്ളിടത്ത് അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അത് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാറിന് ബാക്കിയുള്ള ഏത് ഇൻപുട്ട് പോർട്ട് ഔട്ട്പുട്ട് പോർട്ടൊക്കെ പറയും, സാറിന് ഏത് ഇൻപുട്ട് പോർട്ട് ഔട്ട്പുട്ട് പോർട്ടും പറയുമ്പം അത് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമ്പം ശരിക്കും കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ടേ കണക്ട് ചെയ്യാമെന്ന് പറയും. പക്ഷെ യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറഞ്ഞ USB പോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കമ്പ്യൂട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, എന്നുവെച്ചാൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് കണക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട്, അപ്പം നമുക്ക് കണക്റ്റും ചെയ്യാം, ഡിസ്കണക്ട് സിസ്റ്റം റൺ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനും പറ്റും, ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കീബോർഡാണ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ കീബോർഡായിട്ട് ഐഡന്റിഫൈ ചെയ്യും. USB ബേസ്ഡ് മൗസ് ആണ് കണക്ട് ചെയ്യണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇനിയല്ല നമ്മളൊരു പെൻ ഡ്രൈവ്, മെമ്മറി സ്റ്റിക്ക് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ആണ് കണക്ട് ചെയ്യണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ഏത് ഡിവൈസും കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് USB also allows to mix and match many different types of devices on the same USB port or hub. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു USB പോർട്ട് ഉണ്ട്. ആ USB പോർട്ടിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പെൻഡ്രൈവ് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പെൻഡ്രൈവ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ചിലപ്പം ഒരു മൊബൈൽ ആയിരിക്കും നമ്മളെ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. വീണ്ടും കുറച്ച് കഴിഞ്ഞ് ആ മൊബൈൽ അവിടുന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ചിലപ്പം ഒരു കീബോർഡോ അല്ലെങ്കിൽ മൗസ് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ USB പോർട്ടില് അല്ലെങ്കിൽ ഒരേ ഹബില്
ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലാതെ കീബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക USB പോർട്ട്, അല്ലെങ്കിൽ പ്രിന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക USB പോർട്ട്, മെമ്മറി പെൻഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക USB പോർട്ട്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. അപ്പം ഒരേ USB പോർട്ടിൽ തന്നെ പല സമയത്ത് നമുക്ക് പല ഡിവൈസ് കണക്ട് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത്. അപ്പൊ USB ഒരു മെയിൻ അഡ്വാൻറ്റേജ് മിക്സ് ആൻഡ് മാച്ച് ആണ്. ഒരു USB പോർട്ട് ഉണ്ടെങ്കിൽ USB കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഏത് ഡിവൈസസും നമുക്ക് അവിടെ കൊണ്ട് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. USB കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഏത് ഡിവൈസും നമുക്ക് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.